യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 2063 മംഗളൂരു സെൻട്രൽ ട്രിവാൻഡ്രം വന്ദേ ഭാരത് എക്സ്പ്രസ്. അങ്ങനെ നമ്മളെ വന്ദേ ഭാരത് യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ പാർക്ക് ചെയ്ത 20 രൂപയാണ് പാർക്കിംഗ് ചാർജ് വാങ്ങിയത്. നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരതിലാണ് പോണത്. നമ്മളെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് ആണിത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇത് കൂടെയാണ് ഇപ്പോൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുക. നമ്മളെ ട്രെയിന് വരുന്നത് 3ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മളെ കോച്ച് പൊസിഷൻ വരുന്നത് ഷൊർണൂർ ഭാഗത്തേക്ക് 4ാമത്തെ കോച്ച് പൊസിഷനാണ്. ഈ ഒരു ഭാഗത്താണ് വരുന്നത്. മംഗളൂരു സെൻട്രലിൽ നിന്ന് എടുത്ത് തിരുവനന്തപുരം സെൻട്രൽ വരെയാണ് ഈ ഒരു വന്ദേ ഭാരതിൻ്റെ യാത്ര വരുന്നത്. ഇതിൻ്റെ നമ്പർ വരുന്നത് 20631 ട്രെയിനിൻ്റെ നമ്പർ വരുന്നത്. ഇവിടെ ഒരു മരത്തിൻ്റെ ഈ ഒരു തണൽ. 9 മണിക്കാണ് ട്രെയിന് ഇവിടെ കോഴിക്കോട് എത്തുക. നമ്മളിത് പ്ലാറ്റ്ഫോം നമ്പർ 3 കാണിക്കുന്നത്. ഇതേ ട്രെയിൻ തിരിച്ച് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മംഗളൂരു സെൻട്രലിലേക്ക് ഉണ്ട്. അതിൻ്റെ നമ്പർ വരുന്നത് 20632. ഇത് നമ്മളെ കേരളത്തിന് ലഭിച്ച 2ാമത്തെ വന്ദേ ഭാരതിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ എറണാകുളം വരെയാണ് പോകുന്നത്. നമുക്ക് അവിടേക്ക് വന്ന ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 732 രൂപയാണ് ആയത്. തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് അങ്ങനെ 15 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മളുടെ വന്ദേ ഭാരത് വരുന്നുണ്ട്. നമുക്ക് ഓറഞ്ച് കളറാണ് ഉള്ളത് വരുന്നത്. ഓറഞ്ച് കളർ വന്ദേ ഭാരത്. അങ്ങനെ 15 മിനിറ്റ് ഡിലേ ആയിട്ടാണ് നമ്മളെ വന്ദേ ഭാരത് വരുന്നത്. C15 നമ്മളുടെ കോച്ച് വരുന്നത്. അവിടെ യെസ്, ഇതാണ് നമ്മളെ കോച്ച്. ഓട്ടോമാറ്റിക് ഡോറാണ്, അത് തുറക്കണം. ഇതൊരു 3 മിനിറ്റൊക്കെ ഇവിടെ നിർത്തത്തുള്ളൂ. ട്രെയിൻ നമ്പർ 2063 മംഗളൂരു സെൻട്രൽ. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഫുഡിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ വരുന്നത്. നമ്മളെ ഹീറ്റിംഗ് അങ്ങനത്തെയൊക്കെ ഫുഡിൻ്റെ മെയിൻ ഒരു സെൻറ്റർ അവിടെയാണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന എമർജൻസി എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ലോക്കോ പൈലറ്റായിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു ഇതാണ്. എന്തെങ്കിലും എമർജൻസി കാര്യത്തിന് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളുടെ സീറ്റ്. 44, 43. യെസ്, ഇവിടെ തന്നെ. നമ്മളെ ട്രെയിന് ഫുള്ളാണ്. ഏകദേശം ഒരു 3 മിനിറ്റ് ഇവിടെ നിന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ട്രെയിൻ ഇവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. ഈ ഒരു താഴ്ഭാഗത്താണ് ഇതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ ഒരു ടച്ചിൻ്റെ ഒരു പരിപാടിയാണ് അവിടെ വരുന്നത്.
സന്തോഷകരവും സുഖകരവുമായ യാത്ര ആശംസിക്കുന്നു. ഇപ്പോൾ 82 കിലോമീറ്റർ പെർ ഹവറിലാണ് പോകുന്നത്. ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ കേട്ടോ. ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് വരുന്നത്. പക്ഷേ ബാക്കിയുള്ളത് അങ്ങനെയല്ല. ഈ ഞാനിരിക്കുന്ന സൈഡിലെ കാഴ്ച പറഞ്ഞാൽ ട്രെയിന് മുന്നോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ കുറേ നേരം നമുക്ക് നോക്കിയിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. കാരണം ഇതിങ്ങനെ ഫേസ് ടു ഫേസ് ആണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. 3/2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലാണിത്. AC ചെയർക്കാറാണ് ഞാനെടുത്തത്. പിന്നെ അതിൽ എക്സിക്യൂട്ടീവ് ചെയർക്കാറും ഉണ്ട്. ഇത് സൂര്യപ്രകാശം ഇടിക്കുന്നതിന് ഇതാ ബ്ലൈൻഡ്സ് ഒക്കെ ഉണ്ട്. ഈ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കുള്ള ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് തുറന്നു നോക്കാം. നമുക്കിതിൽ വന്ന ഫുഡ് ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, പിന്നെ ഒരു കോഴിമുട്ടയും ഈ ഒരു സംഭവം ഉണ്ട്, പിന്നെ ഒരു ബണ്ണുണ്ട്, പിന്നെ ഒരു കേക്കാണ് വന്നത്. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റാണ്. ഫുള്ള് പച്ചക്കറികളാണ്. ഈ സാധനം കോഴിമുട്ടാൻ്റെ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം അത്. പിന്നെ അതിലൊരു ബണ്ണ്, ബട്ടർ, ഇതൊക്കെയാണ് രാവിലത്തെ ഒരു ഫുഡ്. ഇൻസ്റ്റൻറ്റ് കോഫി. അങ്ങനെ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി റെഡി ആയിട്ടുണ്ട്. അടുത്ത സ്റ്റേഷൻ വരുന്നത് തിരൂരാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. ഒരു ഏവറേജ് ഫുഡ് എന്ന് പറയാം. കുഴപ്പമില്ല. ഈ ഒരു കിറ്റിൽ നമുക്ക് പാസിൻ്റെ ഒരു ഫ്രഷ്നറും കിട്ടിയിട്ടുണ്ട്. യെസ്, ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. ടൈപ്പ് ബാത്റൂമാണ്. ഇവിടെ ഒരു വിസ്റ്റ് ഡാമുണ്ട്, പിന്നെ നമ്മളുടെ വെസ്റ്റേൺ സ്റ്റൈലും ഉണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം ഇവിടത്തേക്ക് വൃത്തി എങ്ങനെയുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു മിററുണ്ട്, പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ. ഈ സംഭവം പ്രസ് ചെയ്ത് കുറച്ച് കഴിയിട്ടു അതൊന്ന് ഓഫ് ആവാൻ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആവുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് വാഷ് ഉണ്ട്, പിന്നെ അതുകൊണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു യൂറോപ്യൻ ടൈപ്പാണ്. ഇതിൽ ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതേമാതിരി വലിയൊരു മിററും വാഷ് ഏരിയ, പിന്നെ ഹാൻഡ് വാഷ് സൗകര്യം, പിന്നെ ഒരു ഹാൻഡ് ഡ്രയർ, ഇതൊക്കെ വർക്കിംഗ് കേട്ടോ. പിന്നെ ഒരു ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ്, അതേമാതിരി അതിനൊരു ഫ്ലഷിങ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വർക്കിംഗ് തന്നെയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ. അങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇത് 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഇവിടെ നിർത്തത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ നിൽക്കുക. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ പോട്ട് 2 മിനിറ്റൊക്കെ ഉള്ളൂ ഇവിടെ സ്റ്റോപ്പ്. ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫുഡിൻ്റെ ഹീറ്റർ, കൂളിങ്, അതിൻ്റെയൊക്കെ ഒരു സംഭവം. ഓരോ ആൾക്കാർ സ്റ്റേഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അവർ ഫുഡ് നമ്മളെ ബെഞ്ചിലേക്ക് എത്തിക്കും, നമ്മളിരിക്കുന്ന സീറ്റിംഗ് പൊസിഷനിലേക്ക് എത്തിക്കും. ഫുഡ് ഓപ്ഷൻ വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. ഇത് നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ഏരിയ വരുന്നത്. യെസ്, ക്ലോസ് ആയി.
വേറൊരു കാര്യം, ഇവിടെ ഈ ട്രെയിനിൽ കംപ്ലീറ്റ് ഏത് സ്ഥലത്ത് നോക്കിയാലും CCTVകളാണ്, മൊത്തം CCTV ആണ്. പിന്നെ ഇടയ്ക്ക് ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോക്കോ വരുന്നത് ഈ ഒരു സൈഡിലാട്ടോ. നമുക്കിവിടെ ഈ ഒരു ഡിസ്പ്ലേയിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ട്, എവിടെ എത്തി സ്റ്റേഷൻ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. സമയം, ഡേറ്റ്, കാര്യങ്ങളൊക്കെ. ഓട്ടോമാറ്റിക് ഡോറുകളാണ് മൊത്തം. എല്ലാ കോച്ചിൻ്റെ ഈ ഒരു സൈഡാട്ടോ ഫുഡിൻ്റെ ഒരു സെക്ഷൻ വരുന്നത്. പിന്നെ നല്ല AC ഒക്കെ വർക്കിംഗ് ആണ്. ഈ ഒരു സൈഡാണ് ഫുഡിൻ്റെ വരുന്നതെങ്കിൽ ഈ ഒരു സൈഡിലാണ് ബാത്റൂമിൻ്റെ സൈഡൊക്കെ വരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുടി കഴിഞ്ഞാൽ പിന്നെ കയറാൻ കുറേ കഴിയില്ല. പിന്നെ നമുക്ക് ഇവിടെ CCTV കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ കാണുന്നത് നമുക്ക് ഇതിൻ്റെ ലോക്കോ പൈലറ്റായിട്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്. ടോട്ടൽ 19 കോച്ചുകളാട്ടോ നമ്മളെ ഈ ഒരു വന്ദേ ഭാരതിലുള്ളത്. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർ കാർ 2x2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലാണ് ഇത് വരുന്നത്. ഇതേപോലെ ഇങ്ങനെ കറങ്ങി വളച്ചിരിക്കാനൊക്കെ കഴിയും. അത്യാവശ്യം നല്ല വലിയൊരു സ്പേസൊക്കെ, ലെഗ് സ്പേസൊക്കെ കിട്ടും. അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സാണ് ഉള്ളത്. ഈ ഒരു കോച്ചിൽ 2 കോച്ചുകളാണ് എക്സിക്യൂട്ടീവ് ഉള്ളത്, ബാക്കിയൊക്കെ ചെയർക്കാറുകളാണ്. പിന്നെ ടോട്ടൽ 19 കോച്ചാണ് ഈ ഒരു ട്രെയിനുള്ളത്. അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്. എക്സിക്യൂട്ടീവ് ചെയർക്കാരൊക്കെ കംപ്ലീറ്റ് ഫുള്ളാണ്. നമുക്കൊരു സീറ്റ് ഇരുന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോൾ അതൊന്നും കഴിയില്ല, ഫുള്ളാണ് ഇപ്പോൾ. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. ഇവിടെ കുറേ എമർജൻസി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. പിന്നെ അവിടെ വേസ്റ്റ് ബിൻ കാര്യങ്ങളൊക്കെ അതായി ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡോറ് ക്ലോസ് ചെയ്യുന്ന സമയത്തൊന്നും ചാടി കയറാനൊന്നും പറ്റില്ല. കാരണം ഇഞ്ചറീസ് ഉണ്ടാവാൻ കാരണം ഇത് ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ട്രെയിന് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് 2 മിനിറ്റ് ട്രെയിൻ നിർത്തുള്ളൂ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, അത് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ആവാം. ഇനി അടുത്തത് തൃശ്ശൂരാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഏകദേശം 20 മിനിറ്റ് ഡിലേ ആണ് ഇപ്പോഴേ ട്രെയിന്. അധിക നേരം ഒന്നും പുറത്ത് നിൽക്കാൻ പറ്റില്ല, എപ്പോഴാണ് ക്ലോസ് ആവുക എന്ന് പറയാൻ പറ്റില്ല. ഒരു 3 മിനിറ്റൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേഷൻ തൃശ്ശൂരാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എറണാകുളം ജംഗ്ഷൻ. ഷൊർണൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ട്രെയിൻ ഭയങ്കര സ്ലോ ആണ്, സ്പീഡ് കൂട്ടിയിട്ടില്ല. ഭാരതപ്പുഴയുടെ സമീപത്ത് കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. തൊട്ടടുത്ത് വേറൊരു ട്രാക്ക് നമുക്ക് കാണാം. ഭാരതപ്പുഴയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ബ്രിഡ്ജും കൂടി വരുന്നുണ്ട്, പുതിയൊരു പാലം കൂടി അടുത്തായിട്ട് വരുന്നുണ്ട്. ഭാരതപ്പുഴയിലൊന്നും തീരെ വെള്ളമില്ല, ഫുള്ള് വെള്ളമൊക്കെ കുറവാണ്.
പിന്നെ മലപ്പുറത്ത് ഈ വണ്ടിക്ക് തിരൂരാണ് സ്റ്റോപ്പ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ആലപ്പുഴ വഴിയാണ് നമ്മൾ ഈ ഒരു വന്ദേ ഭാരത് പോകുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ നമുക്ക് ഈ ഒരു വന്ദേ ഭാരത് യാത്ര എന്ന് പറയുന്നത്. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല, നല്ല രീതിയിലുള്ള AC-യിലിരുന്ന് നല്ല കാഴ്ച കണ്ടിങ്ങനെ പോവുക. പിന്നെ ഭയങ്കര സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ബ്ലൈൻഡിൻ്റെ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റ് വെളിച്ചുള്ളിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഇതൊരു ടിഫൻ ഗ്ലാസ് ആണ് വരുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് മാത്രമേ വിസിബിൾ ഉള്ളൂ, പുറത്തുനിന്ന് അകത്തേക്ക് വിസിബിൾ ഇല്ല. ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് 70 km/h. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. 12:59 എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തുക. ഈ ഒരു ട്രെയിൻ, അതായത് ഈ ഒരു കോച്ചിൻ്റെ ഈ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ഉണ്ട് എറണാകുളത്തേക്ക്. നമ്മളെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഫുള്ള് സോളാറാണ് ബാക്ക് സൈഡ്. ഫുള്ളി സോളാറിൽ വർക്ക് ചെയ്യുന്നൊരു എയർപോർട്ട് കൂടിയാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്താനായി. മാത്രം ദയവായി ശ്രദ്ധാപൂർവ്വം ഇറങ്ങുക. നല്ല തിരക്കുണ്ടല്ലോ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ. അയ്യോ, അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏകദേശം ഒരു 20 മിനിറ്റോളം ഡിലേ ആയിരുന്നു വണ്ടി. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്, 12:10. അങ്ങനെ നമ്മളെ വന്ദേ ഭാരതിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എറണാകുളം കൊച്ചി കാഴ്ചകൾ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.